നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ സജീവമാവുകയാണ്. റോഡ് ഷോ, അതുപോലെ തന്നെ സമ്മേളനങ്ങളെയൊക്കെ അഭിസംബോധന ചെയ്യുക, പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുക. അങ്ങനെ പ്രധാനമന്ത്രി കേരളത്തിൽ സജീവമാവുകയാണ്. കഴിഞ്ഞ ദിവസമൊക്കെ അദ്ദേഹം പാലക്കാടും തൃശ്ശൂരും എത്തിയിരുന്നു. ഇനി അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് എത്തുകയാണ്. കോട്ടയത്തേക്ക് എത്തുമെന്നായിരുന്നു, കോട്ടയം, തിരുവനന്തപുരം എന്നീ ജില്ലകളിൽ എത്തുമെന്നായിരുന്നു ആദ്യം അറിയിച്ചത്. പക്ഷേ ലാസ്റ്റ് നിമിഷം ആ ഒരു പദ്ധതി മാറ്റിയിരിക്കുകയാണ്. കോട്ടയത്ത് അദ്ദേഹം എത്തില്ല. 4-ാം തീയതി, അതായത് ശനിയാഴ്ച അദ്ദേഹം തിരുവനന്തപുരത്തെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 4-ാം തീയതി തിരുവനന്തപുരത്തും തിരുവല്ലയിലും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എത്തുകയാണ്. തിരുവല്ല, ആറന്മുള, ചെങ്ങന്നൂർ അടക്കമുള്ള 10 നിയമസഭാ മണ്ഡലങ്ങളിലെ പ്രവർത്തകരുടെ സംഗമമാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. ഉച്ചയ്ക്ക് 1:30 തിരുവല്ല പബ്ലിക് സ്റ്റേഡിയത്തിലാണ് ഈ സംഗമം നടത്തുക. തിരുവനന്തപുരത്ത് കിള്ളിപ്പാലം മുതൽ കരമന വരെ 1.5 കിലോമീറ്റർ ദൂരം നടത്തുന്ന റോഡ് ഷോ ഉണ്ടാകും. തിരുവനന്തപുരം നിയമമണ്ഡലങ്ങളിലൂടെയായിരിക്കും റോഡ് ഷോ കടന്നു പോവുക. കോട്ടയത്ത് പരിഗണിച്ചിരുന്ന പ്രചാരണ പരിപാടിയിൽ ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന സൂചന. പൊതുയോഗത്തിന് സൗകര്യമൊരുക്കാൻ പറ്റിയ മൈതാനം കിട്ടാത്ത സാഹചര്യത്തിലാണ് പര്യടനം ഒഴിവാക്കുന്നത്. കേരളത്തിൽ എൻഡിഎയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ച് മാർച്ച് 29-ന് പാലക്കാട്ട് നടന്ന സമ്മേളനം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തിരുന്നു. പാലക്കാട്ട് നിന്ന് തൃശ്ശൂരിലെത്തിയ പ്രധാനമന്ത്രി സ്വരാജ് റൗണ്ടിൽ റോഡ് ഷോയിൽ പങ്കെടുത്തതിന് ശേഷമാണ് കൊച്ചി വഴി ഡൽഹിയിലേക്ക് മടങ്ങിയത്. തൃശ്ശൂർ സ്വരാജ് റൗണ്ടിൽ BJP സ്ഥാനാർത്ഥികളായ KK അനീഷ് കുമാർ, മണലൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി CC മുകുന്ദൻ, നാട്ടിക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാൽ, തൃശ്ശൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എന്നിവർക്ക് ഒപ്പമാണ് അദ്ദേഹം റോഡ് ഷോയിൽ പങ്കെടുത്തത്. തൃശ്ശൂർ, പാലക്കാട് ശോഭാ സുരേന്ദ്രന് വേണ്ടി അദ്ദേഹം എത്തിയിരുന്നു. വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പരാമർശങ്ങളൊക്കെ മോദി നടത്തിയിരുന്നു. എന്തായാലും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ശനിയാഴ്ച അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് എത്തുകയാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ ഒരു വരവ്, കേരളത്തിലേക്ക് വന്ന് പോകുന്ന ഈ ഒരു വരവും പോക്കുമൊക്കെ ഈ സ്ഥാനാർത്ഥികൾക്ക് വലിയൊരു ആത്മവിശ്വാസമാണ് പകരുന്നത്. പൊതുയോഗത്തിന് സൗകര്യമൊരുക്കാൻ പറ്റിയ മൈതാനം ലഭ്യമല്ലാത്ത സാഹചര്യത്തിലാണ് പര്യടനം ഒഴിവാക്കുന്നതെന്നാണ് വിവരം. പ്രധാനമന്ത്രി പാലായിൽ എത്തുമെന്ന് നേരത്തെ BJP ഘടകങ്ങൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചിരുന്നു. എന്നാൽ പാലായിലോ കോട്ടയത്തോ എത്തില്ല എന്നാണ് ഒടുവിൽ കിട്ടുന്ന വിവരം. ശനിയാഴ്ച പ്രധാനമന്ത്രി തിരുവനന്തപുരത്തും തിരുവല്ലയിലും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പങ്കെടുക്കും. എന്തായാലും പ്രവർത്തകരൊക്കെ ആവേശത്തോടെ കാത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് BJP സ്ഥാനാർത്ഥികൾക്കൊക്കെ അദ്ദേഹത്തിന്റെ വരവ് വലിയ രീതിയിലുള്ള ഒരു ആത്മവിശ്വാസം പകരുന്നുണ്ട് എന്ന് അവർ തന്നെ മലയാളി വാർത്തയോട് പ്രതികരിച്ചിരുന്നു. കാട്ടാക്കട BJP സ്ഥാനാർത്ഥി PK കൃഷ്ണദാസ് ഈ മോദിയുടെ വരവ് വലിയ ആത്മവിശ്വാസം പകരുന്നുണ്ട് എന്ന പ്രതികരണം മലയാളി വാർത്തയോട് നടത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. തീർച്ചയായും രംഗത്ത് 100% വിജയ പ്രതീക്ഷയുണ്ട്. കാരണം ഇന്നത്തെ കാട്ടാക്കടയുടെ പൊതുവായ സാഹചര്യം BJPക്കും NDAക്കും അനുകൂലമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാട്ടാക്കടയിലെ ജനങ്ങള് BJP NDA 1-ാം സ്ഥാനത്ത് എത്തിച്ചിരുന്നു. UDFും LDFും 2ഉം 3ഉം സ്ഥാനങ്ങളിലായിരുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇതേ രീതിയായിരുന്നു ആവർത്തിച്ചത്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1-ാം സ്ഥാനത്തായിരുന്നു NDA, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും 1-ാം സ്ഥാനത്ത്. സ്വാഭാവികമായി നിയമസഭാ തെരഞ്ഞെടുപ്പിലും 1-ാം സ്ഥാനത്ത് തന്നെയാണ് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. കാട്ടാക്കടയിലെ ജനങ്ങൾ BJP NDA 2 കൈയും നീട്ടി സ്വീകരിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ലോക്സഭ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ രാഷ്ട്രീയ സാഹചര്യം NDAക്ക് അനുകൂലമായി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായും ഞങ്ങൾ വിജയവിശ്വാസമുള്ള ആത്മവിശ്വാസമുണ്ട്. ഇപ്പോൾ കടകര മണ്ഡലത്തിൽ IV സതീഷ് 10 വർഷമായിട്ട് തുടരുകയാണ്. അപ്പോൾ ഭരണമൊക്കെ എങ്ങനെയുണ്ട്? ജനങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റപ്പെട്ടോ? എങ്ങനെയുണ്ട് ഭരണം? ഇല്ല, അദ്ദേഹം എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം തന്നെ അവകാശപ്പെടുന്നു. അദ്ദേഹം നൽകിയ വാഗ്ദാനങ്ങളൊന്നും തന്നെ പാലിച്ചിട്ടില്ല. അവസാനം 4 വർഷവും അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടിട്ട് 10 വർഷമായി. അപ്പൊ ഓരോ തെരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ 4 വർഷവും 11 മാസവും 10 ദിവസവും കഴിഞ്ഞതിന് ശേഷമാണ് സ്വാഭാവികം അദ്ദേഹത്തിന് മണ്ഡലത്തെ കുറിച്ച് ഓർമ്മയുണ്ടാവുക. പിന്നെ അവസാനം തെരഞ്ഞെടുപ്പിന് അടുത്തുള്ള ഒരു 5-10 ദിവസം ഒരു ഉദ്ഘാടന മാമാങ്കായിരിക്കും. ഇപ്രാവശ്യം അത് തന്നെയാണ് നടന്നത്. 4 വർഷവും 11 മാസവും 10 ദിവസവും ഒരു വാഗ്ദാനങ്ങളും പാലിച്ചില്ല. അവസാനത്തെ ഒരു 10 ദിവസം ഏതാണ്ട് 51 ഉദ്ഘാടനങ്ങൾ നടത്തി. ഈ നിർമ്മാണ ഉദ്ഘാടനം, അല്ലാതെ നിർമ്മാണം പൂർത്തീകരിച്ചതിന് ഉദ്ഘാടനമല്ല. ഇപ്പൊ ജനങ്ങളെ പറ്റിക്കാൻ നോക്കുക. ജനങ്ങൾ വിഡ്ഢികളാണെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ ഇപ്രാവശ്യം കാട്ടാക്കടയിൽ ജനങ്ങൾ അവർ വിധി എഴുതാൻ പോവുക. ഞങ്ങൾ വിഡ്ഢികളല്ല, ഞങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവും. അതുകൊണ്ട് LDFും വേണ്ട, UDFും വേണ്ട, BJP NDA മതി എന്ന തീരുമാനത്തിലേക്ക് അവരെത്താൻ വേണ്ടി പോവുക. ഇപ്പോൾ LDFിന് ഒരു ഭരണവിരുദ്ധ വികാരം, അതുപോലെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് തിരിച്ചടിയാകുമെന്ന് സംസ്ഥാനം ഒട്ടാകെ തിരിച്ചടിയാകുമെന്നൊരു വിലയിരുത്തലുണ്ട്. കാട്ടാക്കടയും ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഒരു തിരിച്ചടിയാകുമോ LDFിന്? സ്വാഭാവികമായും സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമാണല്ലോ.
സ്വാഭാവികമായിട്ടും ഈ ശബരിമല സ്വർണം കൊള്ള നടത്തിയിട്ടുള്ള CPM-ന് ഒരു വിശ്വാസിയും വോട്ട് കൊടുക്കില്ല. എങ്ങനെ കൊടുക്കാനാ? മാത്രമല്ല, അത് അക്കാര്യത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി മാത്രമേ കോൺഗ്രസിനും പങ്കിട്ടു. അതുകൊണ്ടാണല്ലോ CBI അന്വേഷണം പ്രഖ്യാപിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല, അതിൽ സമ്മർദ്ദം ചെലുത്താൻ പ്രതിപക്ഷ നേതാവും തയ്യാറാകുന്നില്ല. ഇവർ രണ്ടുപേരും ഈ സ്വർണ്ണ കൊള്ളയിൽ ഉത്തരവാദികളാണ്. അതുകൊണ്ട് വിശ്വാസി സമൂഹം ഇത്തവണ NDAക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതൊരു തെരഞ്ഞെടുപ്പ് വിഷയം തന്നെയാണ്. ഈ കേരളത്തിന്റെ ഭാഗമാണ് കാട്ടാക്കട. അപ്പൊ കാട്ടാക്കടയിലും ഈ വിഷയം ചർച്ച ചെയ്യപ്പെടും. കാട്ടാക്കടയിൽ ആരുമായിട്ടാണ് ഡീല്? BJPക്ക് ആരുമായിട്ടാണ് ഡീല്? ഡീൽ എന്നുള്ളത് അവരുടെ അടിസ്ഥാനപരമായ ആരോപണമാണ്. ഡീലല്ല ഉണ്ടാകാൻ പോകുന്നത്, ലീഡ് ഉണ്ടാകാൻ പോകുന്നത്. BJP ഈ തെരഞ്ഞെടുപ്പ് നിരവധി മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യും. ഈ കഴിഞ്ഞ 2 തവണയും LDF സർക്കാർ തന്നെയാണല്ലോ, LDF നേതാക്കന്മാരാണ് വിജയിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് മാറി BJP കാട്ടാക്കടയിൽ ഒരു BJP എന്ന് പറയണമെങ്കിൽ, അല്ലെങ്കിൽ ജനങ്ങൾ അതിലേക്ക് മാറണമെങ്കിൽ അതിനുള്ള കാരണങ്ങൾ? അല്ല, അതിൽ ഓൾറെഡി ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാറിയല്ലോ. 6000 വോട്ടിന്റെ ലീഡാ BJPക്ക് NDAക്ക് ഈ മണ്ഡലത്തില്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അത് ആവർത്തിച്ചു. ഒരുപാട് കാരണങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞ ഭരണവിരുദ്ധ വികാരമുണ്ട്. അതുപോലെ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ജനങ്ങൾ മടുത്തിരിക്കുന്നു. കഴിഞ്ഞ 15 വർഷം കോൺഗ്രസിന്റെ MLA, CPM-ന്റെ MLA, പാഴായ 15 വർഷം എന്നാണ് ജനങ്ങളിപ്പം പറയുന്നത്. അതുകൊണ്ട് വാഗ്ദാന ലംഘനമുണ്ട്, ഭരണവിരുദ്ധ വികാരമുണ്ട്, അവരെ തീവട്ടിക്കൊള്ളയുണ്ട്, അഴിമതിയുണ്ട്. എല്ലാ കാര്യത്തിലും കേരളത്തിലും കാട്ടാക്കടയിലും ഈ CPM-നെയും കോൺഗ്രസിനെയും ജനങ്ങൾ മടുത്തു. ഇനി അവര് ആ 2 സംഘടനയെ ഉപേക്ഷിക്കാൻ തയ്യാറാവുക. BJP-യെ സ്വീകരിക്കും, NDA സ്വീകരിക്കും. അത് ഒരു രാഷ്ട്രീയ മാറ്റത്തിന്റെ പരിവർത്തനത്തിന്റെ ഭാഗമാണത്. പ്രധാനമന്ത്രിയുടെ വരവ് ആത്മവിശ്വാസം കൂട്ടുന്നുണ്ടോ ഇടയ്ക്കിടെ? സ്വാഭാവികമായും പ്രധാനമന്ത്രിയുടെ വരവ് സ്വാഭാവികമായിട്ടും ആത്മവിശ്വാസം കൂടുമല്ലോ. അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ NDAയുടെ വിജയത്തെ കൂടുതൽ സീറ്റുകൾ വിജയിക്കാനുള്ള കാരണമായിട്ട് മാറും. സ്വാഭാവികമായും പോസിറ്റീവാണ്. അവര് BJPക്ക് NDAക്കും അനുകൂലമാണ്.